2-3 ജോഡി ഡ്രസ്സ് അധികത്തിൽ കിട്ടിയതിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ ഇന്ന്. അതായത് പെരുന്നാളിന് നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിരുന്നു. അത് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സ് വാങ്ങിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതായത് എല്ലാ വർഷവും പെരുന്നാളിൻ്റെ പേരിൽ ഒരു 3-4 ജോഡി ഡ്രസ്സ് എനിക്ക് കിട്ടാറുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏതായാലും നമ്മൾ ഒമാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെയാണ് നമ്മൾ ഷോപ്പിൽ പോയത് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും പുറത്ത് പോവല്ലേ, അപ്പോൾ ഇന്നത്തെ ഫുഡ് ലഞ്ച് നമുക്ക് പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ NH47 പോയത് കേട്ടോ. അവിടെ പോയപ്പോൾ തന്നെ വലിയൊരു ഗ്ലാസ്സിൽ നല്ല അടിപൊളി ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ടും ദാഹത്തിൻ്റെ അതികാഠിന്യത്തിലിരിക്കുന്നത് കൊണ്ടും ആ ജ്യൂസ് ഞാൻ ഒന്നും നോക്കാതെ കുടിച്ചു ഗൈസ്. ഇനി നമ്മൾ ഇല അങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്ത് പച്ചടി, തോരൻ, കാളൻ, അച്ചാറ്, ചമ്മന്തി, അവിയൽ, അതുപോലെ പുളിഞ്ചി, അങ്ങനെ എല്ലാ ഐറ്റവും നിരത്തി അങ്ങോട്ട് വെച്ചു. സ്റ്റാർട്ടറായിട്ട് അവരെന്താ തന്നെന്ന് അറിയാമോ? കല്ലപ്പവും അതിൻ്റെ കൂടെ നമുക്ക് മട്ടൻ സ്റ്റൂവും തന്നു. എന്നും ചോറ് മാത്രമേ ഉള്ളൂ എന്ന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് പറയുന്ന എൻ്റെ മക്കൾ ബട്ടർ നാനും ചില്ലി ചിക്കനും വാങ്ങിച്ചു. കല്ലപ്പത്തിനകത്ത് മട്ടൻ സ്റ്റൂ ഒഴിച്ചത് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് എടുത്തു കേട്ടോ. നല്ല സോഫ്റ്റ് മട്ടൺ ആയിരുന്നു കേട്ടോ. അതങ്ങോട്ട് കഴിച്ചപ്പോണ്ടല്ലോ മോനെ എന്താ ടേസ്റ്റ് എന്നറിയോ. പിന്നെ നമ്മുടെ ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് സാമ്പാറും മീൻകറി, തോരനും, അവിയലും, പുളിയിഞ്ചി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊരു പിടി പിടിച്ചപ്പോൾ ഉണ്ടല്ലോ മോനെ വേറെ ലെവൽ സാധനമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോ സാലഡ് എന്നാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞത്. അത് അങ്ങനെ വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ, ഭയങ്കര സംഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഒരു ഐറ്റം കിട്ടിയിട്ടോ, അടയും പിന്നെ അതിൻ്റെ കൂടെ പാലട പായസം. രണ്ടും കൂടി അങ്ങോട്ട് ഇളക്കി കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ്. എല്ലാ നാട്ടിലും ഇതിന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ അടയെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, അപ്പോൾ ലുലു കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് നോക്കുമ്പോൾ ഉണ്ട് അവിടെ ചക്ക ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഐറ്റം ചക്കകൾ, വരിക്കച്ചക്ക, കുഴിച്ചക്ക, ചെമ്പരിക്ക, അങ്ങനെ പല ഐറ്റം ഉണ്ടായിരുന്നു. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ചുരിദാർ വാങ്ങിക്കാൻ പോയത്. ഉച്ച സമയമായിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെരുന്നാളിന് വാങ്ങിക്കേണ്ട ചുരിദാർ ഇപ്പോൾ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഗൈസ്. അതുപോലെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ചുരിദാറൊക്കെ ആവശ്യമുള്ളവർ മദീന സെയ്ദിൽ ലുലുവിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ അടിപൊളി ചുരിദാറുകൾ കിട്ടും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.